നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശു ശിഷ്യന്മാർക്ക് വിശ്രമം നൽകുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 30 മുതൽ 44 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. പിന്നെ അപ്പോസ്തലന്മാർ യേശുവിന്റെ അടുക്കൽ വന്നുകൂടി തങ്ങൾ ചെയ്തതും ഉപദേശിച്ചതും എല്ലാം അറിയിച്ചു. വരുന്നവരും പോകുന്നവരും വളരെ ആയിരുന്നതിനാൽ അവർക്ക് ഭക്ഷിപ്പാൻ പോലും സമയം ഇല്ലായ്ക കൊണ്ട് അവൻ അവരോട്, നിങ്ങളൊരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് അല്പം ആശ്വസിച്ചു കൊള്ളുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പടക് കയറി ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് പോയി. അവർ പോകുന്നത് പലരും കണ്ട് അറിഞ്ഞ് എല്ലാ പട്ടണങ്ങളിൽ നിന്നും കാൽനടയായി അവിടേക്ക് ഓടി അവർക്ക് മുമ്പേ എത്തി. അവൻ പടകിൽ നിന്ന് ഇറങ്ങിയാറെ വലിയ പുരുഷാരത്തെ കണ്ടു. അവർ ഇടയൻ ഇല്ലാത്ത ആടുകളെപ്പോലെ ആകൊണ്ട് അവരിൽ മനസ്സലിഞ്ഞ് പലതും ഉപദേശിച്ചു തുടങ്ങി. പിന്നെ നേരം നന്നേ വൈകിട്ട് ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്നു. ഇത് നിർജ്ജന പ്രദേശം. നേരം നന്ദി വൈകി. ഭക്ഷിപ്പാൻ ഇല്ലായ്കയാൽ അവർ ചുറ്റുമുള്ള കുടികളിലും ഊരുകളിലും ചെന്ന് ഭക്ഷിപ്പാൻ വല്ലതും കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. അവനവരോട്, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് കൽപ്പിച്ചതിന് ഞങ്ങൾ പോയി 200 വെള്ളിക്കാശിന് അപ്പം കൊണ്ടിട്ട് അവർക്ക് തിന്മാൻ കൊടുക്കുകയോ എന്ന് അവനോട് പറഞ്ഞു. അവൻ അവരോട്, നിങ്ങൾക്ക് എത്ര അപ്പമുണ്ട് ചെന്ന് നോക്കുവീൻ എന്ന് പറഞ്ഞു. അവർ നോക്കിയിട്ട് 5 2 മീനും ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അവൻ അവരോട്, എല്ലാവരെയും പച്ചപ്പുല്ലിൽ പന്തിപന്തിയായി ഇരുത്തുവീൻ എന്ന് കൽപ്പിച്ചു. അവർ 100ഉം 50ഉം വീതം നിരനിരയായി ഇരുന്നു. അവൻ ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി അവർക്ക് വിളമ്പുവാൻ തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. ആ 2 മീനും എല്ലാവർക്കും വിഭാഗിച്ചു കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി. കഷണങ്ങളും മീൻ നുറക്കും 12 കൂട്ടം നിറച്ചെടുത്തു. അപ്പം തിന്നവരോ 5000 പുരുഷന്മാർ ആയിരുന്നു. നമ്മുടെ കർത്താവ് ശിഷ്യന്മാരെ ഈരണ്ടായിട്ട് വിവിധ പട്ടണങ്ങളിലേക്ക് അയച്ചു. അവർ ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങിയെത്തിയ സമയത്ത് ഇവിടെ വലിയ തിരക്ക് യേശുവിൻ്റെ അടുക്കൽ ഉണ്ടായി. വരുന്നവരും പോകുന്നവരും വളരെ ആകൊണ്ട് ശിഷ്യന്മാർക്ക് ഭക്ഷിപ്പാൻ പോലും സമയം ഇല്ലായിരുന്നു. അപ്പോൾ യേശു പറഞ്ഞു, നമുക്ക് ഒരു വേറിട്ട ഒരു സ്ഥലത്തേക്ക് പോകാം, ഞാൻ നിങ്ങൾക്കൊരു വിശ്രമം, ഒരാശ്വാസം തരാം എന്ന് പറഞ്ഞു. അവർ പടക് കയറി അക്കരെ ചെന്ന സമയത്ത് പല പട്ടണങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നും ആളുകൾ അവിടേക്ക് ഓടിച്ചെന്നു. യേശു മനസ്സലിഞ്ഞു. ഇടയനില്ലാത്ത ആടുകളെപ്പോലെ, അതായത് ആത്മീക ആഹാരം അവർക്ക് ലഭിക്കുന്നില്ല. അന്നത്തെ മഹാപുരോഹിതന്മാർ ഹന്നാവും കയ്യപ്പാവും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പരീശന്മാരും ശാസ്ത്രിമാരും പുരോഹിതന്മാരും ലേവ്യരുമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവർക്ക് വേദപുസ്തകത്തിലെ സത്യങ്ങൾ ശരിക്ക് പറഞ്ഞു കൊടുക്കുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. വചനത്തിൽ നിന്നുള്ള ആശ്വാസം അവർക്ക് ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് യേശു അവരെ ഉപദേശിച്ചു. അങ്ങനെ ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ നേരെ സന്ധ്യയായി. അപ്പോൾ ശിഷ്യന്മാർ അടുക്ക വന്ന് പറഞ്ഞു, നേരം വൈകിയിരിക്കുന്നു, ഇവര് കടകൾ അടയ്ക്കുന്നതിന് മുമ്പേ പോയി എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അയച്ചാൽ നന്നായിരുന്നു. യേശു പറഞ്ഞു, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുക. അപ്പോൾ അവർ പറഞ്ഞു, 200 പണത്തിന് പോയി ഞങ്ങൾ വേണേൽ വാങ്ങിച്ചുകൊണ്ട് വരാം, അതാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? അല്ല, നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ട്? അപ്പോൾ അവർ പറഞ്ഞു, 5 അപ്പവും 2 മീനുമുണ്ട്. ഒരു കാര്യം ചെയ്യുക, ആദ്യം ആളുകളെ 50 വീതം പന്തിയായിട്ടിരുത്തുക എന്നാണ് മലയാളത്തിലെങ്കിലും മേക്ക് ദം ഗ്രൂപ്പ്സ് ഓഫ് 50 എന്നാണ് ഇംഗ്ലീഷിൽ. 50ന്റെ കൂട്ടങ്ങളാക്കുക എന്നാണ്. അബ്രഹാമിന്റെ ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും പന്തി എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടെങ്കിലും അബ്രഹാമിന്റെ ഇസഹാക്കിന്റെ യാക്കോബിന്റെ കൂട്ടം എന്നാണ് അർത്ഥം. അബ്രഹാമിന്റെ മടിയിലേക്ക് ധനവാൻ ലാസർ പോയി എന്നുള്ളതിന്റെ ശരിയായ വാക്ക് അബ്രഹാമിന്റെ പന്തിയിലേക്ക് പോയി എന്നാണ്. അബ്രഹാമിന്റെ കൂട്ടത്തിലേക്ക്, അബ്രഹാം നേതാവായിരിക്കുന്ന കൂട്ടത്തിലേക്ക് പോയി എന്നാണ് ഇതിന്റെ അർത്ഥം.
മടിയെന്നും പന്തിയെന്നും ഒക്കെ ഉപയോഗിക്കുന്നത് ആ ഗ്രൂപ്പിനാണ്, അല്ലെങ്കിൽ ആ വാസസ്ഥലത്തിനാണ്. എന്തായാലും ആദ്യം 50 ഗ്രൂപ്പുകളാക്കാൻ പറഞ്ഞു. അവര് ശിഷ്യന്മാരത് ചെയ്തു. 50 ഗ്രൂപ്പുകളുടെ ഒരു പ്രത്യേകത, 5000 പേരാണ് മൊത്തമുള്ളത്. 50 ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ 100 ഗ്രൂപ്പാണ്. അപ്പോൾ വിളമ്പാനായിട്ട് 12 ശിഷ്യന്മാർ എപ്പോഴും കൂടെ ഉണ്ട്. പിന്നെ 70 പേരെ യേശു 2 അയച്ച 70 പേരുണ്ട്. പിന്നെ കുറെ സ്ത്രീകൾ ഇങ്ങനെയുള്ള ശുശ്രൂഷകൾക്കായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും 100 പേര് വിളമ്പാനായിട്ടുണ്ട്. അപ്പം ഓരോരുത്തർ, ഈ 100 പേരിൽ ഓരോരുത്തര് ഓരോ ഗ്രൂപ്പിന്റെ കാര്യം ഏറ്റെടുത്താൽ മിനിറ്റുകൾക്കുള്ളിൽ വിളമ്പ് നടക്കും. എല്ലാവർക്കും കിട്ടുകയും ചെയ്യും, എല്ലാവരും തൃപ്തി പ്രാപിക്കുകയും ചെയ്യും. അപ്പൊ ആദ്യം യേശു ഒരു ഓർഡർ വരുത്തുകയാണ് ചെയ്തത്. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ എഴുതിയിട്ടുള്ളത്, സകലതും ഉചിതമായും ക്രമമായും നടക്കട്ടെ. ചില ആളുകൾ പറയാറുണ്ട് സകലവും ചന്തമായി നടക്കട്ടെ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അങ്ങനെയല്ല, സകലതും ഉചിതമായും ക്രമമായും, ലെറ്റ് എവറിഥിങ് ബി ഇൻ ഡീസന്റ് ആൻഡ് ഇൻ ഓർഡർ എന്നാണ്. അപ്പം യേശു ആദ്യം ക്രമം വരുത്തി. തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് അവനെന്റെ രക്ഷയെ കാണിച്ചു കൊടുക്കുന്ന 50-ാം സങ്കീർത്തനത്തിലുണ്ട്. അപ്പോ തീർച്ചയായിട്ടും വിശ്വാസികളുടെ ജീവിതത്തിൽ ഒരു ക്രമം വേണം. അവരുടെ വീട് ഒരടുക്കും ചുറ്റുമുള്ളതായിരിക്കണം. അവരുടെ കൃഷിസ്ഥലങ്ങൾ അല്ലെങ്കിൽ അവരുടെ വാസസ്ഥലം നീറ്റായിരിക്കണം. അത് കാണുമ്പോൾ ഇതൊരു വിശ്വാസിയുടെ വീടും പരിസരവുമാണെന്ന് തോന്നാനായിട്ട് ഇടയായി തീരണം. എന്തായാലും യേശു ആദ്യം ക്രമം വരുത്തി. പിന്നീട് 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി ദൈവത്തെ സ്തുതിച്ചു, അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു. വാഴ്ത്തി എന്നുള്ളതിന് ഈ ടുക്ക് ദ ബ്രെഡ് ആൻഡ് ഗേവ് താങ്ക്സ് എന്നാണ്. അപ്പം എടുത്ത് ദൈവത്തെ വാഴ്ത്തി എന്നാണ്. പ്രാർത്ഥനയിലെ പ്രധാന ഭാഗം സ്തുതി അല്ലെങ്കിൽ വാഴ്ത്തലാണ്. അപ്പോൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടെ ദൈവമേ ഇതിനെ വർദ്ധിപ്പിക്കാൻ അങ്ങേക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഇതിനെ വർദ്ധിപ്പിച്ചു തരണം, ജനം വിശന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്തായാലും അപ്പക്കൂട്ടങ്ങളും മീൻകൂട്ടങ്ങളും അവിടെ ഉണ്ടായി. ശിഷ്യന്മാരത് അവർക്ക് പെട്ടെന്ന് കൊടുക്കാനിടയായി. അവർ തിന്ന് തൃപ്തരായി. 12 കൊട്ട മിച്ചമെടുക്കുവാൻ ഇടയായി. ഇതിന് ഒരുപാട് ആത്മീക അർത്ഥങ്ങൾ ഉണ്ട്. ഒന്നാമത്തേത്, നിങ്ങൾ വന്ന് വിശ്രമിച്ചു കൊള്ളുക, ഒരു നിർജ്ജന സ്ഥലത്ത് വന്ന് വിശ്രമിച്ചു കൊള്ളുക എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ മുമ്പുള്ളതിനേക്കാൾ അധികം ആളുകൾ. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ വിശ്രമം ഇവിടെയല്ല, പകലുള്ളത്തോളം അയച്ചവന്റെ പ്രവൃത്തി ചെയ്യുന്നതാണ് എൻ്റെ ആകാരം എന്ന് യേശു പറഞ്ഞു. അപ്പം നമുക്ക് ഇവിടെയല്ല നമ്മുടെ വിശ്രമം. ശുശ്രൂഷയുടെ ശേഷം, മരണശേഷമാണ് വിശ്രമം. യോഹന്നാൻ മരണത്തിന്റെ കാര്യം നമ്മൾ ചിന്തിച്ചു. അവന്റെ ശുശ്രൂഷ തീർന്നു, അവൻ വിശ്രമത്തിലേക്ക് പോയി. ദാനിയേലിനെ കുറിച്ച് വായിക്കുന്നത്, നീയോ ദാനിയേലേ കാലാവസാനം വരെ പോയി വിശ്രമിച്ചു കൊള്ളുക. മരണശേഷമാണ് വിശ്രമം. ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുള്ളത് അധ്വാനമാണ്. പൗലൂസ് നിന്റെ അധ്വാനത്തെക്കുറിച്ച് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ഉറക്കിളപ്പ്, പട്ടിണി, പൈതാഹം, ശീതം, നഗ്നത, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരുടെ ആപത്ത്, ഇതൊക്കെയായിരുന്നു പൗലൂസിന് മരണം വരെ ഉണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് ഇവിടെയല്ല നമ്മുടെ വിശ്രമം എന്നുള്ളത് നമ്മളൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഒരു വിശ്വാസിക്ക് അല്ലെങ്കിൽ ഒരു ദൈവദാസന് പെൻഷൻ അങ്ങനെ ഒരു സംഭവം, റിട്ടയർമെന്റ് അങ്ങനെ ഒരു കാര്യം ഇല്ല. അവർ ഏറ്റവും പ്രയോജനപ്പെടുന്നത് അവരുടെ വാർദ്ധക്യത്തിലാണ്. അവർ വാർദ്ധക്യത്തിലും ഫലം കായ്ക്കും എന്ന് നമ്മൾ സങ്കീർത്തനങ്ങളിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ യേശു ഞാൻ നിങ്ങൾക്ക് വിശ്രാമം തരാം എന്ന് പറഞ്ഞു കൊണ്ടുപോയിട്ട് പിന്നെയും മറ്റൊരു ശുശ്രൂഷ നൽകുകയാണ്. അപ്പോൾ അതാണ് നമ്മുടെ ആശ്വാസം, അതാണ് നമ്മുടെ സന്തോഷം, തൃപ്തി എന്ന് പറയുന്നത്. രണ്ടാമത്തേത്, യേശു പ്രധാനമായി ദൈവവചനമാണ് അവരോട് പറഞ്ഞത്. ആദ്യം ഭക്ഷണം കൊടുക്കുകയല്ല ചെയ്തത്, ആദ്യം ദൈവവചനം. അപ്പോൾ ദൈവവചനത്തിനാണ് പ്രാധാന്യം. മൂന്നാമതായിട്ട് ഭൗതിക കാര്യത്തിലും യേശു കണ്ണടയ്ക്കുന്നില്ല. അവർ പോകുന്ന വഴിക്ക് തളർന്നു പോകും. അതുകൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു വിടണം. ആദിമസഭയിൽ തിരുവത്താഴം മാത്രം അല്ലെങ്കിൽ വചന ശുശ്രൂഷ മാത്രം, പാട്ടും പ്രാർത്ഥനയും മാത്രമായിരുന്നില്ല, സ്നേഹസദ്യയും ഉണ്ടായിരുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ അങ്ങനെ വായിക്കുന്നുണ്ട്. അതുപോലെ അപ്പോസ്തലപ്രവൃത്തി ആദ്യത്തെ അധ്യായങ്ങളിൽ ഒരുമിച്ചുള്ള ഭക്ഷണത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കൂട്ടായ്മ എന്ന് പറയുന്നത് ഒരുമിച്ചുള്ള ഭക്ഷണം കഴിക്കലാണ്. അതും സഭയിൽ ആവശ്യമാണ്. സഭ ഒരു കുടുംബം പോലെ ആയിരിക്കണം.
യേശു അതിന് മാതൃകയാണ്. അടുത്തതായിട്ട് നാം ചെയ്യുന്നതെല്ലാം ഓർഡറിൽ ചെയ്യണം, ക്രമമായിട്ട് ചെയ്യണം. യേശു ആദ്യം ക്രമം വരുത്തി. കാരണം എല്ലാവർക്കും കിട്ടണം, ആർക്കും കിട്ടാതെ ഇരിക്കരുത്. അമിതമായിട്ട് ആർക്കും കിട്ടാനും പാടില്ല. പിന്നീട് ശേഷിച്ച കഷ്ണം ഒന്നും നഷ്ടമാക്കാതെ ശേഖരിക്കാൻ പറഞ്ഞു. കാരണം അവിടെ വേസ്റ്റായിട്ട് ഇടാൻ പാടില്ല. അത് ആളുകൾ നോക്കുമ്പോൾ മീൻ മുള്ളും അത് കഴിച്ച അപ്പവും ഒക്കെ അത് ചീഞ്ഞവിടെ കിടക്കാൻ പാടില്ല. അത് നീറ്റായിരിക്കണം, അതാണ് വൃത്തിയായിരിക്കണം. അതാണ് യേശു പറഞ്ഞ് ശേഷിച്ച കഷ്ണം ശേഖരിക്കുക. അടുത്തത് ഇവർക്കിപ്പോൾ വയറ് നിറഞ്ഞു, തൃപ്തിയായി. പക്ഷേ ഭക്ഷണം ഇല്ലാത്ത ആളുകളുണ്ടല്ലോ, അവരുടെ കാര്യം നമ്മൾ ഓർക്കണം. അതിനു വേണ്ടിയാണ് ശേഖരിപ്പീൻ എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞത്. ഇവിടെ മറ്റൊരു പ്രധാന ആത്മീകാർത്ഥം യേശുവിൻ്റെ ദൈവത്വമാണ്. യേശുക്രിസ്തുവിന് ക്വാണ്ടിറ്റിയുടെ മേൽ അധികാരമുണ്ട്. വെള്ളത്തെ വീഞ്ഞാക്കിയത് ക്വാളിറ്റിയുടെ മേലുള്ള അധികാരമാണ്, ഗുണനിലവാരത്തിൻ്റെ മേലുള്ള അധികാരം. ഇത് ക്വാണ്ടിറ്റിയുടെ മേൽ അല്പത്തെ വർദ്ധിപ്പിക്കാൻ, അല്പത്തെ വലുതാക്കാൻ യേശുവിന് കഴിയും. സകലത്തെയും വലുതാക്കാൻ യേശുവിന് കഴിയും. താൻ ദൈവമാണ് എന്ന് യേശു തെളിയിച്ചിരിക്കുകയാണ്. ഈ കർത്താവ് നമ്മുടെ ആത്മീയ കാര്യത്തിൽ മാത്രമല്ല ഭൗതിക കാര്യത്തിലും ശ്രദ്ധയുള്ളവനാണ് എന്നുള്ള ആ ഒരു ചിന്ത നമ്മളെ ഭരിച്ച കർത്താവിനെ സ്നേഹിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.